കൊല്ലം മരുത്തടിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന അറവ് മാലിന്യങ്ങൾ പിടികൂടി. ചോഴത്തിൽ ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് ഈ വീപ്പകളിലും ബക്കറ്റുകളിലും അടക്കം സൂക്ഷിച്ചിരുന്ന അറവ് മാലിന്യങ്ങൾ പിടികൂടിയത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നും ഇതര സംസ്ഥാന തൊഴിലാളി വീപ്പയുമായി പോകുന്നത് കണ്ട് സംശയം തോന്നിയ സമീപവാസികളാണ് ഡിവിഷൻ കൗൺസിലറെ വിവരമറിയിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശുചിമുറിയിലടക്കം സൂക്ഷിച്ച നിലയിൽ അറവ് മാലിന്യങ്ങൾ കണ്ടെത്തിയത്. പോലീസെത്തി സ്ഥലത്തുണ്ടായിരുന്ന വാഹനവും ഒപ്പം ഇതര സംസ്ഥാന തൊഴിലാളിയെയും കസ്റ്റഡിയിലെടുത്തു. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴക്കമേറിയ അറവ് മാലിന്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു. ഏറെ നാളായി പരാതി ഉയർന്നിരുന്നുവെന്ന് ഡിവിഷൻ കൗൺസിലർ അജിത് ചോഴത്തിൽ പറഞ്ഞു. കുറച്ച് നാളുകൊണ്ട് ഈ സംഭവം ഈ ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പം പരാതിയെ തുടർന്ന് ഞങ്ങൾ ഇവിടെ കുറച്ച് നാട്ടുകാർ സംഘടിക്കുകയും രാത്രി വാഹനത്തിൽ ഒരാൾ വരികയും ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കയറി അന്വേഷിച്ചപ്പോൾ ഈ കക്കൂസ് തന്നെ ടോയ്ലറ്റിൽ തന്നെ ഈ പുഴുവഴിച്ച രീതിയിലാണ് ഈ മാലിന്യങ്ങൾ കണ്ടുവന്നിരുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കാൻ സുഗന്ധവസ്തുക്കൾ ചേർത്ത് പുകച്ചിരുന്നു. ഇതിനാൽ ആദ്യമാർക്കും സംശയം തോന്നിയിരുന്നില്ല. താമസത്തിനെന്ന് പറഞ്ഞാണ് വീട് വാടകയ്ക്കെടുത്തിരുന്നത്. വീട്ടിൽ നിന്നും വീപ്പകളിലും ബക്കറ്റുകളിലും ചാക്കുകളിലും സൂക്ഷിച്ച നിലയിലായിരുന്നു മാലിന്യങ്ങൾ. ഇവിടെ ഒരു വീട് കേന്ദ്രീകരിച്ച് പശുവിൻ്റെ മാലിന്യം, അതായത് തോലും ആന്തരികവായങ്ങളും ഉൾപ്പെടുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് വെച്ചിട്ട് കടത്തിവിടുന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരികയുണ്ടായി. അപ്പോൾ രാത്രി തന്നെ സ്റ്റേഷനിൽ വിളിക്കുകയും സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരുമായി ബന്ധപ്പെട്ട് അന്ന് ഇതെടുക്കാൻ വന്ന വാഹനം പിടിച്ചെടുക്കുകയും അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബംഗാളിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്യുകയും. പിടികൂടിയ അറവ് മാലിന്യങ്ങൾ തിരുവനന്തപുരം ഭാഗത്തേക്കുൾപ്പെടെയാണ് കയറ്റി അയക്കുന്നതെന്നും തുടർ നടപടികളുണ്ടാകുമെന്നും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജനം, കൊല്ലം.